നമസ്കാരം. ഞാൻ കല്ലറ അജയൻ. സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരു ചാനൽ തുടങ്ങിയത്. കവിതകൾ അവതരിപ്പിക്കുന്നതിനും കവിതയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംവദിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. പക്ഷേ എങ്കിലും പൊതുവെ കാണുന്ന ഒരു പ്രവണത വലിയ മനപ്രയാസം ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയണമെന്ന് ചില സുഹൃത്തുക്കൾ പറഞ്ഞതുകൊണ്ടും കൂടി ഇപ്പോൾ ഈ ചാനലിൽ വന്ന് അഭിപ്രായം പറയുകയാണ്. ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രയോഗിക്കുന്നതിൽ ചില തെറ്റുകൾ വരുന്നു, ഗ്രാമർ നന്നായി അറിഞ്ഞുകൂടാ എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞ് പല രാഷ്ട്രീയ നേതാക്കളെ ഇകഴ്ത്തുന്ന പതിവ് കേരളത്തിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ശശി തരൂർ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നു, സുരേഷ് ഗോപി നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നു, അതൊക്കെ കൊണ്ട് അവർ വലിയ മഹാന്മാരാണ്. പക്ഷേ എ റഹീമിന് ഇംഗ്ലീഷ് അറിയില്ല, അതുപോലെ ശിവൻകുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല, സുനിൽകുമാറിന് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ കൊണ്ട് അവരൊക്കെ വളരെ മോശക്കാരാണ് എന്നുള്ള രീതിയിൽ നിരന്തരമായിട്ട് യൂട്യൂബ് ചാനലുകളിലും മറ്റും ആൾക്കാർ വന്നിരുന്ന് കളിയാക്കുന്നത് കാണുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയത്തോട് ഉള്ള താല്പര്യം കൊണ്ട് പറയുന്നതല്ല, അപ്പോൾ ചില വ്യക്തികളുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് ഇംഗ്ലീഷ് അറിയുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ടൊരു സംഗതിയല്ല. ഇപ്പോൾ ഇംഗ്ലീഷ് ലോക ഭാഷയാണ്. കാരണം ഒരു കാലത്ത് ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്നത് ബ്രിട്ടൻ ആയിരുന്നതുകൊണ്ട് ലോകഭാഷ എന്ന നിലയിലേക്ക് വളർന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത, ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാത്ത രാജ്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ലോകത്ത്. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന ഭാഷ ഇന്ന് ഇംഗ്ലീഷ് തന്നെ. സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷല്ല, അത് ചൈനീസാണ്. അതുപോലെ ഇംഗ്ലീഷിന് 3 or 4 സ്ഥാനമൊക്കെ കാണുകയുള്ളൂ ലോകത്തിലെ ആൾക്കാർ സംസാരിക്കുന്നവരുടെ എണ്ണം വെച്ച് നോക്കിയാൽ. പക്ഷേ ചൈനീസ് കഴിഞ്ഞാൽ പിന്നെ സ്പാനിഷാണ്, അതിലും താഴെയാണ് ഇംഗ്ലീഷിൻ്റെ സ്ഥിതി. പിന്നെ എനിക്കൊന്ന് ഇപ്പോൾ ഹിന്ദിക്കും താഴെയായി കാണും. പക്ഷേ എന്തായാലും അതല്ല നമ്മൾ നോക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന ഭാഷ ഇംഗ്ലീഷ് തന്നെ. അതുകൊണ്ട് ആഗോള പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നവർ ഇംഗ്ലീഷ് അറിയുന്നത് നല്ലത് തന്നെ. ഇപ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആഗോള പ്രശ്നങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി. പ്രധാനമന്ത്രി തന്നെ സംസാരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. സംസാരിച്ചാൽ കുറച്ചുകൂടി മെച്ചം എന്നേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഇംഗ്ലീഷിൽ വലിയ പരിജ്ഞാനം വേണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു നയവൈകല്യം കൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളെ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തൊഴിലവസരങ്ങൾ തേടി ഇന്ത്യക്കാർക്ക് വിദേശത്തേക്ക് പോവേണ്ടുന്ന സ്ഥിതി വരുന്നു. നമുക്ക് ഭാരിച്ച ജനസംഖ്യയാണ്. ഈ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനൊരു നിയമം കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് പഠനം അവസാനിക്കും. പക്ഷേ നമ്മുടെ ഭരണാധികാരികളെന്തോ ജനസംഖ്യ നിയന്ത്രണത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഇന്ത്യക്ക് നല്ലൊരു വികസിത രാഷ്ട്രമായി മാറണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ജനസംഖ്യ നിയന്ത്രിച്ചാലേ പറ്റുകയുള്ളൂ. പക്ഷേ ആരും അതിനെപ്പറ്റി യാതൊന്നും സംസാരിക്കുന്നത് കാണാനില്ല. ഈ ഭാരിച്ച ജനസംഖ്യ കാരണം നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ തിരക്കി വിദേശത്ത് പോകേണ്ടി വരുന്നു. വിദേശത്ത് പോകുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് മെച്ചമാണ്. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ നമുക്ക് ഇവിടെ തന്നെ തൊഴിലവസരങ്ങളുണ്ട് എങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ വിദേശത്ത് തേണ്ടേണ്ടുന്ന സ്ഥിതി വരില്ല. അമേരിക്കക്കാർ ആരും തൊഴിൽ തിരക്കി ഇന്ത്യയിലോട്ട് വരുന്നില്ലല്ലോ. ചൈനക്കാരും നമ്മുടെ നാട്ടിലേക്ക് തൊഴിൽ തിരക്കി വരുന്നില്ല. അപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വളരെ ഒരു എക്സ്പ്ലോഷനിൽ എത്തി നിൽക്കുന്ന നമ്മുടെ ജനസംഖ്യ നിയന്ത്രിക്കുകയും ചെയ്താൽ നമ്മുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിച്ചവരുടെ ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് വിദേശത്ത് തൊഴിൽ തേടി പോകാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇംഗ്ലീഷ് പ്രത്യേകിച്ച് ഏതെങ്കിലും വലിയ പ്രാധാന്യമുള്ള ഭാഷയൊന്നും സത്യത്തിൽ അല്ല. ലോകഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷിനെ ചിലർ നിലനിർത്തുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ലോക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇംഗ്ലീഷ് നിർബന്ധമായും പഠിക്കണം. പണ്ട് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഒരുപാട് ഭാഷകൾ പഠിക്കുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവരെ അത് പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക വിദഗ്ധന്മാരെ കൊണ്ടുവരുമായിരുന്നു. ഹിന്ദിയും ഇംഗ്ലീഷും അതുപോലെ തന്നെ പോർച്ചുഗീസും അങ്ങനെയൊക്കെയുള്ള ഭാഷകളൊക്കെ ഇവിടെ കച്ചവടത്തിന് വരുന്ന അറബിയും ഒക്കെ തന്നെ നമ്മുടെ രാജാക്കന്മാർ പഠിക്കുമായിരുന്നു. കാരണം ഇവിടെ കച്ചവടത്തിന് വരുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഭാഷ പഠിക്കുന്നത് പ്രയോജനമാണ്. പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയോ കേരളത്തിലെ MLA ഒക്കെ ആയിരിക്കുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയേണ്ടുന്ന ഒരാവശ്യവുമില്ല. അയാളുടെ ഇംഗ്ലീഷ് പാണ്ഡിത്യം അളക്കേണ്ടുന്ന ആവശ്യമില്ല. പക്ഷേ വൈകാതെ തന്നെ നമ്മൾ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഘട്ടം ഘട്ടമായിട്ട് കുറച്ചും അവസാനിപ്പിച്ചും കൊണ്ടുവരേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഈ മലയാളത്തിൽ പഠിക്കുകയും മറ്റും ചെയ്യാത്തതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ നമ്മൾ പിന്നിൽ പോകുന്നുണ്ട്. കാരണം നമ്മുടെ മാതൃഭാഷയിൽ ഈ വിഷയങ്ങൾ അറിഞ്ഞാലേ നമുക്ക് വേണ്ടത്ര പുരോഗതി ഉണ്ടാവും. തമിഴ്നാട്ടുകാരിപ്പോൾ MBBS ഒക്കെ തമിഴിലാക്കി. പക്ഷേ മലയാളികൾക്ക് ഇപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റാത്ത സ്ഥിതിയാണ്. അതൊക്കെ വളരെ നമ്മുടെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ വിവരക്കേടാണ് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ.
ഇപ്പോൾ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പോൾ സുനിൽകുമാർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടൊന്നും എനിക്ക് താല്പര്യമില്ല, പക്ഷേ എങ്കിലും അദ്ദേഹം വളരെ നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച ഒരു കൃഷിമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ വലിയ വീഴ്ചയൊന്നും പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മോശമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ടുന്ന ഒരു കാര്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളികളുടെ ഈ അനാവശ്യമായ ഇംഗ്ലീഷ് പ്രണയം ഒരു രീതിയിൽ അതാണ് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതിനേക്കാളും ദുസ്സഹമായിട്ടുള്ള കാര്യമാണ് ഇംഗ്ലീഷിനോട് മലയാളികൾ വച്ച് വളർത്തുന്ന ഈ അനാവശ്യ പ്രണയം. അത് നമ്മുടെ ഭാഷയല്ല, അതൊരു വിദേശ ഭാഷയാണ്. അത് നമ്മൾ അനാവശ്യമായി അത് പഠിക്കേണ്ടുന്ന കാര്യവുമില്ല. ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യം വായിക്കാൻ വേണ്ടി ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, അതുപോലെ ഇംഗ്ലീഷ് സാഹിത്യകൃതികൾ വായിക്കാറുണ്ട്, കാരണം ഞാൻ സാഹിത്യത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട്. പക്ഷേ ഇവിടെ മറ്റു തൊഴിലുകൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇംഗ്ലീഷ് അറിയേണ്ടുന്നത് നിർബന്ധമല്ല. വേണമെങ്കിൽ പഠിക്കാം. ഇംഗ്ലീഷ് മാത്രമല്ല, ലോകത്തിലെ വളരെ വിദഗ്ധന്മാരുള്ള രാജ്യമാണ് ജർമ്മനി. ജർമ്മൻ ഭാഷ പഠിക്കുന്നതുകൊണ്ടും തകരാറൊന്നുമില്ല. വേണമെങ്കിൽ ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് സ്പാനിഷ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ തൊഴിൽ തിരക്കി പോകുന്നെങ്കിൽ സ്പാനിഷ് പഠിച്ചാൽ സൗകര്യമായിരിക്കും. ബ്രസീലിൽ തൊഴിൽ തിരക്കി പോകുന്നവർക്ക് പോർച്ചുഗൽ ഭാഷ പഠിച്ചാൽ സൗകര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അതത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ മാത്രം ഈ ഭാഷകൾ പഠിച്ചാൽ മതിയാവും. നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇംഗ്ലീഷ് പാണ്ഡിത്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചോദ്യമേ പ്രസക്തമായിട്ടുള്ള സംഗതിയല്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞ് ഈ രാഷ്ട്രീയ നേതാക്കളെ കളിയാക്കുന്നത് ഒരു രീതിയിലും ആശാസ്യമായ കാര്യമല്ല. ഈ ഇംഗ്ലീഷ് നന്നായി പറയാത്ത ഈ രാഷ്ട്രീയ നേതാക്കളല്ല, ഇംഗ്ലീഷ് നന്നായി പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ പേരിൽ അവരെ കളിയാക്കുന്ന ഈ യൂട്യൂബ് വിദഗ്ധന്മാരാണ് യഥാർത്ഥത്തിൽ എന്ന വിഡ്ഢികൾ എന്ന് എനിക്ക് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല.